എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ സംഭാഷണമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഹിന്ദിക്കാരനാണ് നിങ്ങളുടെ വീട്ടിൽ വരുന്നത് എന്ന് വിചാരിക്കാം. അത് നിങ്ങൾ വിളിച്ചതായിക്കോട്ടെ വിളിക്കാതായിക്കോട്ടെ അതൊന്നൊരു പ്രശ്നമല്ല. ആ ഹിന്ദിക്കാരനെ കൊണ്ട് ഒരു ചെറിയ പണിയുണ്ട്. എന്താണ്? നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഈ കാടും പുല്ലൊക്കെ നിറഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതൊന്ന് ക്ലീൻ ചെയ്യണം, അതൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഇത് എങ്ങനെ ആ ഹിന്ദിക്കാരോട് പറയാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഹിന്ദിക്കാരൻ വരുന്നു, നിങ്ങൾ കാണുന്നു. അപ്പോൾ ഒരു മടിയും കൂടാതെ ഒരു പേടിയും കൂടാതെ ജസ്റ്റ് പറയാം. എന്ത് പറയാം? നമസ്തേ ഭയ്യ ക്യാ ഹാലേ. നമസ്തേ ഭയ്യ ക്യാ ഹാലേ. ക്യാ ഹാൽ ഹേ എന്നാണ്. അത് ജസ്റ്റ് കൂട്ടി പറയാം. ആ ഹേ ഉണ്ടല്ലോ, അത് ഇതും എന്ത് ചെയ്യുക, ജസ്റ്റ് കൂട്ടി പറയാം. ക്യാ ഹാലേ, ക്യാ ഹാലേ എന്നുവെച്ചാൽ സുഖമാണോ എന്നർത്ഥം, സുഖമാണോ എന്നാണ്. ഓക്കെ, വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു സംഭവമാണത്, അതുകൊണ്ടാണ് പറയുന്നത്. നമസ്തേ ഭയ്യ ക്യാ ഹാലേ. അപ്പോൾ തീർച്ചയായിട്ടും ഹിന്ദിക്കാർ എന്ത് പറയുന്നൊരു ടീക്ക് ഹേ എന്ന് പറയും, അല്ലെങ്കിൽ ബടിയാ ഹേ. ടീക്ക് ഹേ അല്ലെങ്കിൽ ബടിയാ ഹേ, അങ്ങനെയാണ് സാധാരണ പറയാം. ഇനി ആരെങ്കിലും നിങ്ങളോടാണ് ചോദിക്കുക വിചാരിക്കാം, നിങ്ങളോടാണ് ചോദിക്കുന്നത് എന്ത്, ക്യാ ഹാലേ. അപ്പോൾ നിങ്ങൾ ഒരു മടിയും കൂടാതെ പറയാം. എന്ത് പറയണം? ടീക്ക് ഹേ അല്ലെങ്കിൽ ബടിയാ ഹേ, രണ്ടും പറയാം. ടീക്ക് ഹേ അല്ലെങ്കിൽ ബടിയാ ഹേ. ഇനി ഞാൻ ചോദിക്കാം, അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ. ക്യാ ഹാലേ. ആ മതി, സൂപ്പർ. ഇത് നിങ്ങൾ ഒരു മടിയും കൂടാതെ അത് പറയണം. കാരണം വീഡിയോ കണ്ടത് കൊണ്ടോ അല്ലെങ്കിൽ എഴുതി വെച്ചുകൊണ്ടോ കാര്യമില്ല, ഇത് പറയണം. പേടി കൂടാതെ ഒരു മടി കൂടാതെ മറ്റുള്ളവരോട് പറയണം. പറഞ്ഞെന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വരുന്നു, കാണുന്നു, നമസ്തേ ഭയ്യ ക്യാ ഹാലേ. അത് കഴിഞ്ഞു. ഇനി ഹിന്ദിക്കാരൻ ഇങ്ങോട്ട് ചോദിക്കണം, ഇന്ന് ഇവിടെ എന്തെങ്കിലും പണിയുണ്ടോ? ആജ് യഹാ കോയ് കാം ഹേ. ആജ് യഹാ കോയ് കാം ഹേ. ആജ് യഹാ കോയ് കാം ഹേ. ഇന്ന് ഇവിടെ എന്തെങ്കിലും പണിയുണ്ടോ? അപ്പോൾ നിങ്ങൾ പറയണം, ആ ഉണ്ട്, ഒരു ചെറിയ പണിയുണ്ടെന്ന് പറയണം. അപ്പോൾ പറയാം, ഹേ ഏക് ചോട്ടാ സ കാം ഹേ. എന്താണ്? ഹേ ഏക് ചോട്ടാ സ കാം ഹേ. ഏക് ചോട്ടാ സ കാം ഹേ എന്നുവെച്ചാൽ ഒരു ചെറിയ പണിയുണ്ട് എന്നായി, ഒരു ചെറിയ പണിയുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുക? ആ ഹിന്ദിക്കാരനെ വിളിച്ചുകൊണ്ട് വരിക. വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ പറയാം, ആജാവോ 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 ആജാവോ. രണ്ട് തവണ പറയാം, ആജാവോ ആജാവോ. ഓക്കെ, വിളിച്ചുകൊണ്ട് ആജാവോ ഒരു വരുന്നതാണ്. എന്നിട്ട് സ്ഥലം കാണിച്ചു കൊടുക്കുക. സ്ഥലം കാണിച്ച് ഇതാണ് പറയണത്, ആ ഈ സ്ഥലം ഒന്ന് ശരിക്കും ഒന്ന് വൃത്തിയാക്കണം എന്ന് പറയണം. പറയാം, ഈസ് ജഗാക്കോ സാഫ് കർണ ഹൈ. ടീക്ക് ഹേ. എന്താണ്? ഈസ് ജഗാക്കോ സാഫ് കർണ ഹൈ. ടീക്ക് ഹേ. അപ്പോൾ ഈ ജഗ എന്ന് പറഞ്ഞ സ്ഥലം, ഈസ് ജഗാക്കോ ഈ സ്ഥലം, ഈസ് ജഗാക്കോ സാഫ് കർണ ഹൈ. ടീക്ക് ഹേ എന്ന് പറയാം. ഇനി നമുക്ക് ഒന്നും കൂടി ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെങ്കിലോ, അങ്ങനെ ഇവിടെ കാണുന്ന പുല്ലുകളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് നല്ല വൃത്തിയാക്കാം എന്ന് പറയണം. അപ്പോൾ പറയാം, അപ്പോൾ ഇങ്ങനെ പറയാം, യഹാ ജിത്നെ ബി ഗാസ് ഹേ. യഹാ ജിത്നെ ബി ഗാസ് ഹേ. ഗാസ് എന്ന് പറയാം, ഗാസ്. യഹാ ജിത്നെ ബി ഗാസ് ഹേ സബ്കോ കാട്ട് കെ സാഫ് കർണ ഹൈ. എന്താ പറഞ്ഞത്? യഹാ ജിത്നെ ബി ഗാസ് ഹേ സബ്കോ കാട്ട് കെ സാഫ് കർണ ഹൈ. ഇതൊരു 3-4 തവണ ഇങ്ങനെ പറയണം. ഇത് പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മനഃപൂർവ്വം നിങ്ങളുടെ വീട്ടിൽ കുട്ടികളോടോ ആരോടെങ്കിലും പറയാം, പറഞ്ഞെന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. അപ്പോൾ എന്താ പറഞ്ഞ് നമ്മളെ ഹിന്ദിക്കാരന് കൊണ്ടുവരുന്നു, ആജോ ആജോ ഈസ് ജഗാക്കോ സാഫ് കർണ ഹൈ. ടീക്ക് ഹേ. യഹാ ജിത്നെ ബി ഗാസ് ഹേ സബ്കോ കാട്ട് കെ സാഫ് കർണ ഹൈ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു, കാണിക്കുന്നു, ഈ സ്ഥലം വൃത്തിയാക്കണം. ഓക്കെ എന്ന് പറഞ്ഞു. ടീക്ക് എന്നോ, ടീക്ക് ടീക്ക്. എന്നിട്ട് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു, ഇവിടെ കാണുന്ന എല്ലാ പുല്ലുകളും വെട്ടി എന്താക്കണം, ഒന്ന് വൃത്തിയാക്കണം ഒന്നും പറഞ്ഞു. എന്നിട്ട് ഇനി നമുക്ക് ചോദിക്കാം, എത്ര ആകും ചോദിക്കാം, എത്ര ആകും അല്ലെങ്കിൽ എത്ര പൈസ വാങ്ങും എന്ന് ചോദിക്കാം. അപ്പോൾ ചോദിക്കാം, കിത്തനെ പൈസ ലേങ്കെ. കിത്തനെ പൈസ ലേങ്കെ. കിത്തനെ പൈസ ലേങ്കെ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, നമ്മൾ ഫ്രണ്ട്ലിയായിട്ട് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കാം, കിത്തനെ പൈസ ലോകെ
ലോകെ. കിത്തനെ പൈസെ ലോകെ. ഇനി ഈ ലോകെ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ പറയാം, കിത്തനെ പൈസ ലേങ്കെ, കിത്തനെ പൈസ ലേങ്കെ, എത്ര പൈസ വാങ്ങുന്നതായി. അപ്പോൾ ഹിന്ദിക്കാരൻ ഒരു എമൗണ്ട് പറഞ്ഞു വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലായി, ഓ ഇത് കൂടുതലാണ്, ഇത് കൂടുതലാണെന്ന് നിങ്ങൾ മനസ്സിലായി. അപ്പോൾ എന്താ പറയുക, ഓ യേ തോ ജാദാ ഹേ, യേ തോ ജാദാ ഹേ, യേ തോ ജാദാ ഹേ, യേ തോ ജാദാ ഹേ എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലാണല്ലോ. തോടാ കം കരോ, തോടാ കം കരോ, യേ തോ ജാദാ ഹേ, തോടാ കം കരോ. ഒരുമിച്ച് പറയാം, യേ തോ ജാദാ ഹേ, തോടാ കം കരോ. ഇത് കൂടുതലാണ്, കുറച്ചൊന്ന് കുറക്കൂ എന്ന് പറഞ്ഞേ. യേ തോ ജാദാ ഹേ, തോടാ കം കരോ, യേ തോ ജാദാ ഹേ, തോടാ കം കരോ. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ആ ഹിന്ദിക്കാരന് ഇത് പറഞ്ഞു, എമൗണ്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓക്കെയാണ്. അപ്പോൾ പറയാം ചലോ ठीक है, ചലോ ठीक है, ചലോ ठीक है. കുഴപ്പമില്ല എന്നുള്ള അർത്ഥമാണ്, കുഴപ്പമില്ല എന്നുള്ള അർത്ഥമാണ്. ചലോ ठीक है, ചലോ ठीक है, काम शुरू करो, ചലോ ठीक है, काम शुरू करो. ജോലി തുടങ്ങിക്കോളൂ എന്ന് പറയാണ്. ചലോ ठीक है, काम शुरू करो. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിത് പറയണം. വീട്ടിൽ ആരോടെങ്കിലും എന്ത് ചെയ്യുക, ജസ്റ്റ് പറഞ്ഞങ്ങ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. आप सभी को मेरा बहुत बहुत धन्यवाद.